പണ്ടൊക്കെ സിവിൽ സർവീസ് ആസ്പിറൻസ് ആയിട്ട് നടക്കുന്നവർ അല്ലെങ്കിൽ IAS IPS ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകളടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ധാരാളം വായിക്കണം. എങ്ങനെ വായിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനം പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറാണെങ്കിൽ, ഇനി വഴി കിടക്കുന്ന ഒരു ചവറാണെങ്കിൽ പോലും അതിനകത്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കണം. അങ്ങനെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് നോളജ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സിവിൽ സർവീസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. അതുകൊണ്ട് വളരെ ഒന്നും വിടാതെ പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പം നമ്മൾ അവരെയൊക്കെ എപ്പോഴും വളരെ ഹൈ പെഡസ്റ്റലിലാണ് വെച്ചിരിക്കുന്നത്. അവരൊക്കെ നല്ല വിവരമുള്ള മനുഷ്യരാണ്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ഹൈ പെഡസ്റ്റലിൽ വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പ്രത്യേകിച്ച് സിവിൽ സർവൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് അവർ പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ചില അശാസ്ത്രീയതകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടി തെരിച്ചു പോകും എന്നുള്ളതാണ്. സാധാരണ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിൽ വരുന്നത് UGC അല്ലെങ്കിൽ പ്രൊഫസർ അങ്ങനത്തെ ടീംസാണ്. അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന പല സംഗതികളാണ് ഇവർ പറയുന്നതെന്നുള്ളതാണ്. ഇതിൽ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു പോഡ്കാസ്റ്റാണ്, ഭയങ്കര വൈറലായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ആരൊക്കെയോ എനിക്ക് അയച്ചു തന്നു, എൻ്റെ ഫീഡിനകത്ത് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ വൈറലായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ശരീരം വിട്ട് പാമ്പേടിയേറ്റ് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ശരീരം വിട്ട് എങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഒരു ട്രിപ്പൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു കഥ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് ഡയറക്റ്റായിട്ട് തന്നെ പോവാം. അപ്പോൾ മരണശേഷം ചില സമയത്ത് ഈ ആത്മാവ് പോകുന്നൊരു പോക്ക് ചിലർക്ക് ഫീൽ ചെയ്യും, ചിലർക്ക് ഫീൽ ചെയ്യില്ല. പുള്ളി ഓടി വന്നു പറഞ്ഞാൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരാണ് കൂടി ആ പാമ്പ് കടിച്ച സ്ഥലം ബ്ലേഡ് വെച്ച് കീറി. ഡോക്ടർ പൈ പരിശോധിച്ചു. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് പലർക്കും ഉണ്ടായിരുന്ന ഒരു ധാരണയാണ്, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് വെച്ച് അവിടെ കീറി ബ്ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ പാമ്പിനെ തിരിച്ച് വിളിച്ച് കടിച്ച് വിഷം ഇറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര അശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. അത് ചെയ്യാൻ പാടില്ല. പിന്നെ പോട്ടെ, അദ്ദേഹം അല്ല ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന ആരോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് നേരെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ മഹാനായ ഒരു ഡോക്ടർ പൈ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ പൈയുടെ അവിടെ കൊണ്ടുപോയപ്പോൾ നടന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒരു 10-15 പറഞ്ഞു ആൾ മരിച്ചു വരുന്നു. 3 മെഡിക്കൽ സ്റ്റുഡൻസ് ഈ ഡോക്ടർ പൈയോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു പരീക്ഷണം നടത്തണം ഈ ബോഡിയിൽ. ഈ ഉത്തേജന മരുന്ന് എന്ന് പറയുന്ന മരുന്നെടുത്തിട്ട് ഗ്ലൂക്കോസും ഹോട്ട് വാട്ടറും മിക്സ് ചെയ്തിട്ട് ഫെമറൽ ആർട്ടറി കൊണ്ട് മുറിച്ചിട്ട് അത് അങ്ങോട്ട് പമ്പ് ചെയ്തു. ഈ ആളിൻ്റെ കണ്ണനങ്ങുന്നു. ഇവർ പേടിച്ചു, എന്തോ സംഭവം ഒന്നും മനസ്സിലാകുന്ന അവർക്ക്. പക്ഷേ വെളുപ്പിന് 2:30-3 ഈ ഡെഡ് ബോഡി കൈ പൊക്കി ഇങ്ങനെ തലയിൽ തടവി. പിന്നെ ഡോക്ടർ പോയി 24 മണിക്കൂർ ആളുടെ അടുത്ത് തന്നെ ഇരുന്നു ട്രീറ്റ് ചെയ്ത ആൾ രക്ഷപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഈ സമയത്ത് എന്ത് സംഭവിച്ചു? പുള്ളി പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് ഡോക്ടർ പോയി പറയുന്ന സമയത്ത് ഞാൻ ശരീരത്തിൽ നിന്ന് ഇറങ്ങി റൂഫിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ പരീക്ഷ നടത്താൻ വേണ്ടി അവർ ചോദിക്കുന്നു. അപ്പം ഡോക്ടർ പോയി അപ്പനോട് പറയാൻ പറഞ്ഞു. അപ്പനോട് പറയുന്നു, അപ്പം കരയുന്നതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു പരീക്ഷണം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ 2ാം നിലയുടെ ജനലിൽ കൂടെ പുറത്തിറങ്ങി നേരെ സഖ്യപൂർവ്വത്തിനടുത്തോട്ടങ്ങ് പോയി പൊന്മുടി ഡയറക്ഷനിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു തുരങ്കം കണ്ട, തുരങ്കത്തിനകത്തോട്ട് കയറി. കുറച്ചങ്ങോട്ട് ചെന്നപ്പം തുരങ്കത്തിനപ്പുറത്ത് വെട്ടം കാണാം. ആരോ വന്നിട്ട് കാലെ പിടിച്ചിട്ട്, നീ ഇപ്പോൾ പോകണ്ടടാ, നീ തിരിച്ചു പോടാന്ന് പറഞ്ഞ് എന്നെ കാലെ പിടിച്ച് ആ ടണലിനകത്തുനിന്ന് പുറത്തിട്ടു. അപ്പോൾ തിരിച്ചു പോകാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പറന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിനോട് വന്ന് ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഈ അപ്പനും അമ്മയും താഴെ നിന്ന് കരയുന്ന കാണാം. ഇവർ ഡോക്ടർ പോയി വിളിക്കുന്നു, ഈ ആൾ ജീവനോടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഡോക്ടർ പോയി പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പോയി വരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങ് ജീവൻ വീണു. വളരെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ആത്മാവെന്നുള്ള വിശ്വാസം. അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനത്തിന് പുറത്ത് പോകാനും തിരിച്ചകത്ത് കയറാനും കഴിയും എന്നൊക്കെ ഉള്ളത് പൊതുവേ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു വളരെ ജനകീയമായ അന്ധവിശ്വാസം ആയതുകൊണ്ട് അത് ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്താണ്, അതായത് അദ്ദേഹം അനുഭവപ്പെട്ടത് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, മരിച്ചിട്ടില്ല, മരണത്തോടടുത്തു എന്ന് ബാക്കിയുള്ളവർ ധരിക്കുന്ന ഒരു കാര്യമാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്ത ബോധത്തിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിനർത്ഥം. അവിടെ കുറേ മെഡിക്കൽ സ്റ്റുഡൻസ്, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മെഡിക്കൽ സ്റ്റുഡൻസിന് അങ്ങനെ തോന്നിയതുപോലെ പരീക്ഷണങ്ങളൊന്നും നടത്താനായിട്ട് ഒരു അനുമതിയില്ല, അങ്ങനെ ആരും ചെയ്യുകയില്ല. ഇത് അവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇദ്ദേഹം എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പരീക്ഷണമൊന്നും തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതെന്താണ്, ഫെമറൽ ആർട്ടറി മുറിച്ചിട്ട് അതിനകത്ത് കൂടി ഗ്ലൂക്കോസും ചൂടുവെള്ളവും പിന്നെ എന്തോ ഒരു ഉത്തേജന മരുന്നും കടത്തി വിട്ടു എന്നാണ് പറയുന്നത്. ഈ ഉത്തേജന മരുന്ന് കടത്തി വിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ റിവൈവ് ചെയ്യാനാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടാൻ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പ്രത്യേകം പറയുകയാണെങ്കിൽ ഒന്നുകിൽ തൊലിക്കടിയിലോ അല്ലെങ്കിൽ എന്താ പറയുക മസിലിലോ അല്ലെങ്കിൽ വെയിനിലോ എടുക്കുന്നത്. IV എന്നാണ് നമ്മൾ പറയുന്നത്, ഇൻട്രാവെനസ് എന്നുള്ളതിന് IV എന്ന് പറയുന്നത്. അതായത് ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നതും വെയിൻ എന്ന് പറയുന്നത് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നതുമാണ്. ഡയറക്റ്റായിട്ട് ആർട്ടറിയിൽ കുത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കോശങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നാശം സംഭവിക്കുന്നുള്ളത്. കാര്യം ഡയറക്റ്റായിട്ട് നേരെ പോവാണ്
അപ്പോൾ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡാണ്. അവിടെയുള്ള കോശങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആർട്ടറിയിലല്ല സാധാരണ എപ്പോഴും ചെയ്യുന്നത്, വെയിനിലാണ് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആർട്ടറിയിൽ ഒന്നും ചെയ്യില്ലെന്നല്ല, ഇപ്പോൾ ചില പ്രത്യേക കണ്ടീഷനുകളിൽ ഡോക്ടർമാർ അത് ചെയ്യാറുണ്ട്. ഇതല്ല, ഉത്തേജന മരുന്ന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ബ്രെയിനിലെത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഡെഡാണല്ലോ മനുഷ്യ മരണം എന്ന് പറയുന്നത്, അതാണ് അവിടെ തിരിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് ഈ സ്ലൈഡ് തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഫെമറൽ ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് വരുന്നതും ആ നീല കളറിൽ കാണിച്ചിരിക്കുന്ന വെയിൻ എന്ന് പറയുന്നത് ഹാർട്ടിലേക്ക് പോകുന്നതാണ്. അതിനകത്താണ് കുത്തേണ്ടത്, കുത്തുന്നെങ്കിൽ തന്നെ, അല്ലാതെ മറ്റേതിനകത്തല്ല. ഇത് എന്തോ ഒരു മാജിക്കൽ പോർഷൻ അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു ഉത്തേജക മരുന്ന് കൊടുത്തപ്പോൾ ഇയാൾക്ക് ജീവൻ വന്നു എന്നാണ് പറയുന്നത്. ശരിക്കും എന്തായിരിക്കും, ചിലപ്പോൾ വിഷമുള്ള പാമ്പ് പോലും ആയിരിക്കില്ല, കഴിച്ചിട്ട് ബോധമില്ലാതെ കിടന്നതായിരിക്കാം, അല്ലെങ്കിൽ വിഷമുള്ള പേടിച്ച് ബോധം പോയതായിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമുള്ള പാമ്പ് തന്നെ വളരെ മൈൽഡായിട്ടുള്ള വെനമസ് ആയിട്ടുള്ള സ്നേക്ക് വല്ലതും കടിച്ചിട്ട് അദ്ദേഹം മയങ്ങി കിടന്നതായിരിക്കാം, എണീച്ച് പോയതോ എന്തോ ആയിരിക്കാം. നമുക്കത് ഈ അനുഭവങ്ങളും ഈ സാക്ഷിമൊഴികളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ആക്ച്വൽ കേസ് റിപ്പോർട്ട് അറിയാതെ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ഇനി ഡോക്ടർ ഡെത്ത് പ്രൊനൗൺസ് ചെയ്തോന്ന് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള സംഭവം. ഇനി അടുത്ത ഇത് പറയുന്നത് ഇങ്ങനെ ഈ ഫെമറൽ ആർട്ടറി, അപ്പോൾ അത് ഇറ്റ് സൗണ്ട്സ് വെരി സയൻറ്റിഫിക് അല്ലേ, മെഡിക്കൽ ടേമാണ്. ഫെമറൽ ആർട്ടറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ശരിയാണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ പല ഇതര വൈദ്യക്കാരും എടുത്തിട്ട് അടിക്കുന്നുണ്ടല്ലേ സയൻറ്റിഫിക് ജാർഗൻസ്, അങ്ങനെ അടിക്കുന്നതാണ് ഈ ഫെമറൽ ആർട്ടറി എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ ഫെമറൽ ആർട്ടറി അവിടെ പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ഈ എന്തെങ്കിലും പറയുമ്പം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ ഇൻവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പുതിയ സയൻറ്റിഫിക് സാധനങ്ങൾ അല്ലെങ്കിൽ ഉള്ള സയൻറ്റിഫിക് ജാർഗൻസിനെ എടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് വേർഡ് സാലഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അതിൻ്റെ ഒരാളാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ വേറെ 20 to 20,000 ഡെസിബിൾസ് എന്നൊക്കെ പറയുന്നുണ്ട് ഫ്രീക്വൻസി, ഹേർട്സിന് വരാം പുള്ളി. അത് പോട്ടെ, ഒരു സ്ലിപ്പ് ഓഫ് ടങ് വന്നതാണെന്ന് പറയാം. ഇതുപോലെയുള്ള ഒരുപാട് സയൻറ്റിഫിക് ജാർഗൻസ് എടുത്തടിക്കുന്നത്. അതുപോലെ ഡാർക്ക് മാറ്ററിനെ പുള്ളി ഇതേ ഇൻ്റർവ്യൂവിൽ തന്നെ ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് പറയുന്നതും അല്ലാതെ ചുമ്മാ വെറുതെ അടിക്കുന്നതും കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സാധനത്തിനാണ് വേർഡ് സാലഡ് എന്ന് പറയുന്നത്. ഇത് ഇതര വൈദ്യക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. നാച്ചുറോപ്പത്സും ഹോമിയോപ്പത്സും ഒക്കെ ഇത് സ്ഥിരം ഇങ്ങനെ ഒരു വേർഡ് സാലഡ് എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വേർഡ് സാലഡ്. ഇനി ഓർത്തിരിക്കുക, എ ജംബിൾ ഓഫ് സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ ടേംസ് വിത്ത് നോ ക്ലിയർ മീനിങ്. ഫെമറൽ ആർട്ടറിയിൽ കുത്തിവയ്ക്കുക എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രാക്ടീസിലുള്ളവരോ അല്ലെങ്കിൽ ബേസിക് സയൻറ്റിഫിക് ലിറ്ററസി ഉള്ളവരോ ആരും അത് എടുക്കുന്ന ഒരു കാര്യമല്ല. അതെന്താണെന്ന് നിങ്ങൾ ആലോചിച്ചോ നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യാം. പുള്ളി ആത്മാവ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വെസ്റ്റേൺ ഗാർഡ്സ് വഴി ഒരു ടൂർ പോവുകയാണ്. എങ്ങോട്ട്? പൊന്മുടിയിലേക്ക്. എന്താണ് ആ സംഭവം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടണലിലോട്ടാണ് പോയത്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? അത് പുള്ളിയുടെ എക്സ്പീരിയൻസിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ ഞാനാളല്ല. ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്തായിരിക്കും അതിനകത്ത് ഒരു കാരണം എന്നുള്ളത് നോക്കുക. ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഓക്സിജൻ കുറയുമ്പോൾ, മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ കുറയുമ്പോൾ നമുക്കുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ പെരിഫറൽ വിഷൻ കുറയുക എന്ന് പറഞ്ഞാൽ. അതായത് ചുറ്റുമുള്ള സംഭവങ്ങളെല്ലാം ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുകയും നടുക്ക് ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് തോന്നുകയും ചെയ്യുന്നത്. അതായത് നടുക്ക് മാത്രം നമുക്ക് വിഷനുള്ളൂ, ബാക്കി ചുറ്റുമുള്ള എല്ലായിടത്തും ഡാർക്ക് ആകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് നോർമൽ വിഷൻ, ടണൽ വിഷൻ, ബ്ലാക്ക് ഔട്ട്, 3 സ്റ്റേജും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ഹൈപ്പോക്സിയ വരുമ്പോൾ ഉണ്ടാകുന്ന ടിപ്പിക്കൽ ഒരു സിംറ്റമാണ്. അല്ലാതെ അതൊരു ടണലല്ല, നമുക്ക് ചുറ്റുമുള്ള സാധനം പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടണൽ വിഷനാണ്. അതാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യമാണ്, ആസ് ന്യൂറോൺസ് ലൂസ് കൺട്രോൾ ദ വിഷ്വൽ കോർട്ടെക്സ് ബിക്കംസ് നോയ്സി. അതായത് നമ്മുടെ എന്താ പറയുക, ന്യൂറോൺസിൻ്റെ ഞരമ്പിൻ്റെ കൺട്രോൾ കുറയുന്ന സമയത്ത്, എന്തുകൊണ്ട് കുറയുന്നു? ബിക്കോസ് ഓഫ് ഹൈപ്പോക്സിയ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഭയങ്കര നോയ്സി ആവും. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്നൊക്കെ പറയും ഈ സിഗ്നലിൻ്റെ കാര്യത്തിനകത്തൊക്കെ. അതുപോലെ ഭയങ്കര നോയ്സി ആവുന്നു. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ ഫ്ലാഷും ഭയങ്കര ബ്രൈറ്റ് ഇമേജസും വരുന്നതൊക്കെ തോന്നും. ഇതെല്ലാം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു കൾച്ചറലായിട്ടും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കുറേ കൊണറ്റേഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ ഒരു ഇറങ്ങിയ യാത്രയായിട്ടൊക്കെ തോന്നുന്നത്. വേറൊരു കാര്യം, ടെമ്പറൽ ലോബിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ദ ടെമ്പറൽ ലോബ് ക്യാൻ ട്രിഗർ ഫീലിങ്സ് ഓഫ് പ്രസൻസ്, ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് ലൈഫ് റിവ്യൂ. ഇതുവരെ ഇതുവരെ ജീവിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണുക, വേറെ എന്തിൻ്റെങ്കിലും ഒരു പ്രസൻസ് തോന്നുക, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക. ഇതെല്ലാം ഈ ടെമ്പറൽ ലോബിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ന്യൂറോ കെമിസ്ട്രി, എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ ന്യൂറോ കെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എൻഡോഫിൻസ്, യൂഫോറിയ എന്ന് പറയും, അല്ലെങ്കിൽ പെയിൻ സപ്രഷൻ സംഭവിക്കും, സെറോട്ടോണിൻ, മൂഡ് എലിവേഷൻ സംഭവിക്കും. ഇതെല്ലാത്തിൻ്റെ ഒരു കോക്ടെയിൽ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒഴുകുകയായിരിക്കും. ഡോപ്പമീൻ, അതുപോലെ
NMDA ഡിസ്റപ്ഷൻ സംഭവിക്കുമ്പോൾ ഡിസസോസിയേഷൻ, ഓൾട്ടേർഡ് പെർസെപ്ഷൻ, സിമിലർ ടു കെറ്റാമിൻ പോലെയുള്ള, അതായത് മയക്കാൻ ഉപയോഗിക്കുന്ന ചില ഡ്രഗുകൾ പോലെയുള്ള ഫീലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സയൻസിന് മനസ്സിലായിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് ന്യൂറോ കെമിസ്ട്രിയും ന്യൂറോ ബയോളജിയും ന്യൂറോ ഫിസിയോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ ഇതുപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന ഒരാൾ ഒരു പോഡ്കാസ്റ്റിനകത്ത് വന്നിരുന്ന് ഇത്ര കെയർലെസ് ആയിട്ട് പറയുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ്, അതുപോലെ തന്നെ കേൾക്കുന്ന ആൾ ഇത്രമാത്രം ഒരു നല്ല റെസിപ്പിയൻ്റ് ആയിട്ടിരിക്കുമ്പോൾ പുതിയ ജനറേഷന് തന്നെ കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ മോശപ്പെട്ടതാണ്. കാര്യം ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു സമൂഹത്തിലിരുന്നാണ് ഇത് പറയുന്നത്. ഇത് കേൾക്കാൻ തന്നെ ആളുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനകത്ത് വരുന്ന ലൈക്കും കമൻറ്റുകളും അല്ലെങ്കിൽ അതിനകത്തുള്ള പല കമൻറ്റുകളും കാണുമ്പോൾ അറിയാം നമ്മുടെ സമൂഹം ഇനി എന്തുമാത്രം വളരാനുണ്ടെന്നുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സയൻസ് ലിറ്ററസി മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് ഒരു സൊല്യൂഷനായിട്ടുള്ളൂ. സയൻസ് ലിറ്ററസിക്ക് വായന തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും വെറുതെ പോപ്പുലർ സയൻസ് സാധനങ്ങൾ മാത്രം വായിക്കാതെ ഡീറ്റെയിൽഡായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ആത്മാവ് അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അന്യായമായി പോയി. ബൈ.